പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം ഇതെന്താ സിനു, നമ്മൾ വരാൻ വൈകിയപ്പോഴേക്കും നമ്മുടെ സ്റ്റേജ് ഇവരങ്ങ് കയ്യേറിയോ? ഞങ്ങളുടെ ഡാൻസും ഞങ്ങളുടെ സ്റ്റെപ്പും ഇത് എല്ലാവരോടും കളിക്കാണ്, വെറൈറ്റി സ്റ്റെപ്പൊക്കെ. അതെ, നമ്മൾ സ്ഥിരം കളിക്കുന്ന സ്റ്റെപ്പ്. പക്ഷെ നമ്മുടെ ഡാൻസിനെ ബെറ്റർ അല്ലെ? ഞങ്ങളുടെ അല്ലേ ബെറ്റർ? ഞങ്ങളെ വെല്ലാൻ ആർക്കും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത്ര ഓളൊക്കെ ആയിക്ക് നമ്മുടെ ഓഡിയൻസിനൊക്കെ ഇത്ര എനർജറ്റിക് ആക്കിയതല്ലേ, ഒരു നല്ല കയ്യടി കൊടുത്ത് തന്നെ നമുക്ക് ഇവരെ സീറ്റിലേക്ക് വിട്ടാലോ? സിനു, നമ്മളെക്കാളും എനർജി നമ്മുടെ ഓഡിയൻസിന് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. ഇന്നത്തെ ഓഡിയൻസ് നല്ല ആവേശത്തിലാണ് ഇരിക്കുന്നത്. ഈ ആവേശം ഒട്ടും കുറക്കണ്ട. നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. മിഷനെ സ്നേഹിക്കാൻ മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. താമരശ്ശേരി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിലെ പാർട്ടിസിപ്പൻസിനോടൊപ്പമുള്ള ക്വിസിനായി MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് താമരശ്ശേരി ഫൊറോനയിലെ മേരി മാതാ കത്തീഡ്രൽ ഇടവകയുടെ മുന്നിലാണ്. അടുത്തത് ആര് മത്സരിക്കുമെന്നറിയാനായിട്ട് നമ്മുടെ ഓഡിയൻസും എല്ലാവരും ഒരേപോലെ ആകാംക്ഷയിലാണ്. ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസിനെയും വളരെ സ്നേഹത്തോടെ പ്രേഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ അവർക്ക് വേണ്ടി. രണ്ട് പാർട്ടിസിപ്പൻസ്, 2 പേർക്കും നല്ലൊരു മനപ്പൊരുത്തമല്ലേ? ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കാണ്. പക്ഷേ 2 പേർക്കും ഒരുമിച്ച് പ്രേഷിത വാഹിനിൽ കയറാൻ പറ്റില്ല. ഒരാൾക്കാണ് പ്രേഷിത വാഹിനിൽ കയറാൻ പറ്റൂ. എന്താ നമ്മൾ ചെയ്യാറ്? ഗെയിം. പതിവ് പോലെ നമ്മുടെ ഗെയിം പറഞ്ഞു കൊടുത്തേക്കാലേ? അതെ, നല്ലൊരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയിം എന്താണെന്ന് കേൾക്കാം. 2 പേർക്കും ഓരോ സ്ക്വയർ പേപ്പർ തരും, സ്ക്വയർ സൈസിലുള്ള ഒരു പേപ്പർ തരും. മത്സരം ഇതാണ്, നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം തരും. ഈ സമയത്തിനുള്ളിൽ ഏറ്റവും നീളത്തിൽ ഈ പേപ്പറിനെ ആക്കണം. എങ്ങനെ വേണമെങ്കിലും ഈ പേപ്പർ കീറാം. പക്ഷെ ഞങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞ് അളന്ന് നോക്കുമ്പോൾ ആരുടെ പേപ്പറിനാണോ നീളം കൂടുതൽ ആളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയാണോ? മനസ്സിലായില്ലേ ഗെയിം? ഇങ്ങനെയാണ് ആ പേപ്പർ കൊടുത്തേക്ക്. എത്ര സമയം വേണ്ടി വരും? 10 സെക്കൻഡ്. 10 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓഡിയൻസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ നോക്കണം ആരുടെ പേപ്പറാണ് ഏറ്റവും നീളമെന്ന്. നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഓഡിയൻസ് എന്തായാലും കൈയടിക്കും. നമുക്കിന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സോ ഗെയിം സ്റ്റാർട്ട്സ് നൗ. സ്റ്റോപ്പ്. അവിടെ കീറിയിട്ട് എത്തുന്നില്ലായിരുന്നു അലണ്ട. അലണ്ട കുറെ കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ടായി, പക്ഷെ ഡിറ്റോ ഒട്ടും കൂസലില്ലാണ്ട് അങ്ങ് കീറി പോവായിരുന്നു. 2 പേരും ഒന്ന് ഓപ്പം പിടിച്ചേ, പൊക്കി പിടിച്ചേ. ആരുടെ പേപ്പറിനാണ് നീളം കൂടുതൽ? വെച്ച് നോക്കിക്കേ. ഒരേ അളവാണോ? അല്ല, അവര് തന്നെ കണ്ടുപിടിച്ചു. ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസത്തിൽ ആരാണ് ജയിച്ചിരിക്കുന്നത്? ഡിറ്റോയാണ്. എന്നാൽ ഡിറ്റോയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. ചെറിയ
ചെറുതാണേലും വ്യത്യാസമാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ ഒട്ടും സങ്കടപ്പെടേണ്ട, നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അലൻ്റെയുടെ പെർഫോമൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷിതവാഹിനിയിൽ കയറാൻ പോകുന്നത് ഡിറ്റോയാണ്. നമുക്ക് ഡിറ്റോൻ്റെ ചെറിയൊരു പ്രൊഫൈൽ കണ്ടാലോ? ഡിറ്റോ ആരാണ് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രൊഫൈലാണ്, നമുക്ക് കാണാം. എൻ്റെ പേര് ഡിറ്റോ ഡോൺ ഫ്രാൻസിസ്. എൻ്റെ ഗ്രാമം ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ഇവിടെയുള്ളവരെല്ലാം കർഷകരാണ്. എൻ്റെ അപ്പനും അമ്മയും കർഷകർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പറമ്പിലൂടെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കർഷക പണിയോടും അതുപോലെ തന്നെയാണ്. പ്രകൃതിയുടെ വരദാനങ്ങളായ മഴയും കാറ്റും മഞ്ഞുമൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇഷ്ടമാണ് അവയോടൊക്കെ. എൻ്റെ അപ്പനും അമ്മയും നല്ല കർഷകരായതുകൊണ്ട് ഏത് വിള നടാനും ദൈവത്തോട് പ്രാർത്ഥിക്കും. നല്ല വിത്ത് കിട്ടാനും നന്നായിട്ട് വളരാനും നല്ല കാലാവസ്ഥ കിട്ടാനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിലേക്ക് ഞങ്ങൾ പോകും. ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ച എല്ലാ അനുഗ്രഹവും കിട്ടും. ഇടവകപ്പള്ളി സെന്റ് മേരീസ് ചർച്ച് ചിപ്പിലിത്തോട്. ഇവിടെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്നതും കാറ്റഗിസം പഠിക്കാൻ വരുന്നതും. കാറ്റഗിസം പഠിക്കുന്നതിലൂടെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും വിജയം കൈവരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രൊഫൈൽ കണ്ടില്ലേ? മനോഹരമായിട്ടുള്ള പ്രൊഫൈലായിരുന്നു. കൃഷിയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമ്മൾ പ്രൊഫൈലിൽ കണ്ടു കൃഷിയിടങ്ങൾ അല്ലേ, കൊക്കോടൊക്കെ ഇടയിൽ കൂടെ നമ്മുടെ ഡിക്റ്റോ നടക്കുന്നത്. സഹായിക്കാറുണ്ട് വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്? ഉണ്ട്, ചെറിയ രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിക്റ്റോയുടെ കുറേ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. അതേക്കുറിച്ച് കൃഷിയുടെ ടിപ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ ഡിറ്റോ? പക്ഷെ അതിനു മുന്നേ കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? പ്രേക്ഷിതവാഹിനി കയറിക്കോളൂ. പ്രേക്ഷിതവാഹിനി കയറിയപ്പോൾ ചിരി ചെറുതായി ഒന്ന് കുറഞ്ഞോന്ന് എനിക്കൊരു സംശയം. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ റൂൾസ് എല്ലാം അറിയാലോ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോവല്ലേ? ക്വിസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 2 വിശുദ്ധരെന്ന്. വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ ചാവറയച്ചൻ. ആരെക്കുറിച്ചുള്ള ചോദ്യമാണ് ഡിക്റ്റോയ്ക്ക് വേണ്ടത്? വിശുദ്ധ ചാവറയച്ചൻ. വിശുദ്ധ ചാവറയച്ചനെയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചാവറയച്ചൻ പട്ടം സ്വീകരിച്ച ദൈവാലയം ഏത്? അർത്തുങ്കൽ പള്ളി. ഉറപ്പാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. ചാവറയച്ചൻ പട്ടം സ്വീകരിച്ച ദൈവാലയം അർത്തുങ്കൽ പള്ളിയാണ്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം കറക്റ്റാക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു റൗണ്ട് ഡിറ്റോൻ്റെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ കണ്ടായിരുന്നല്ലേ, ഒത്തിരി കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ഡിറ്റോ. ഏതൊക്കെ കൃഷിയാണ് വീട്ടിൽ ചെയ്യുന്നത്? കൂടുതലായിട്ടും കുരുമുളകിനകത്താണ് നോക്കാറുള്ളത്. കുരുമുളക് ആരാണ്? ഡിക്റ്റോയാണോ, പപ്പയാണോ, അമ്മയാണോ? ആരാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് വീട്ടിൽ മുൻകൈ എടുത്ത് ചെയ്യുന്നത്? പപ്പയാണ്. പപ്പയാണ്. സഹായിക്കാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെ സഹായിക്കും? കൂടെ ഓരോ പണികൾ ചെയ്യാൻ പറയുമ്പോൾ കൂടെ ചെയ്യുകയും പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കാൻ പറയുമ്പോൾ അങ്ങനെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അവശേഷിക്കുന്നത് 3 റൗണ്ടുകളാണ്. ഇതിലേത് റൗണ്ടാണ് ഡിറ്റോ അടുത്തായിട്ട് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമാസ് ലീഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്?
മിഷൻ. മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ആഗോള മിഷൻ ദിനം എന്ന്? ഒക്ടോബർ 18, സെപ്റ്റംബർ 8, ജൂലൈ 3, ഡിസംബർ 25. ഒക്ടോബർ 18 ഉറപ്പാണ്? ആണ്. ആൻസർ ചെക്ക് ചെയ്താലോ? ആ. ആൻസർ ചെക്ക് ചെയ്യാം. ഒക്ടോബർ 18. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. തോമസ് ലീഹായുടെ പ്രേക്ഷിത തീക്ഷ്ണത വെളിപ്പെടുത്തുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനഭാഗം ഏത്? യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 16-ാം വാക്യം. ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഉത്തരം ശരിയായിരിക്കുമെന്ന്? എല്ലാവരും ബൈബിളൊക്കെ നല്ല രീതിയിൽ വായിക്കുന്ന ആളുകളാണ്. എല്ലാവരും തലയാട്ടി ഉത്തരം ശരിയാണെന്ന്. എന്നാൽ പിന്നെ ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം ഉത്തരം ശരിയാണ്. അപ്പം നമുക്ക് സമ്മാനം മേടിച്ചാലോ? ഡിറ്റോയുടെ 2 റൗണ്ട് അവസാനിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു ഓഡിയൻസ് റൗണ്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യം തരട്ടെ? ചോദ്യം ഇതാണ്. താമരശ്ശേരി മേരി മാതാ കത്തീഡ്രൽ പള്ളിയുടെ കൂദാശ കർമ്മം നിർവഹിച്ചത് ആര്? അവിടെ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കൈപൊക്കിയ ആളെ വിളിച്ചാലോ? ആൻസർ അറിയാമോ? വെറുതെ കൈപൊക്കിയതാണോ? അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തല്ലോ. അറിയോ? ഉത്തരം അറിയോ? അറിയാം. നല്ലൊരു കൈയടി കൊടുത്തേ. സെബാസ്റ്റ്യൻ വല്ലോപ്പള്ളി. ആ, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത് പിതാവ്. ഉത്തരം ശരിയാണോ നോക്കിയാലോ? താമരശ്ശേരി മേരിമാതാ കത്തീഡ്രൽ പള്ളിയുടെ കൂദാശ കർമ്മം നിർവഹിച്ചത് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി. കറക്റ്റ് ആൻസർ ആണെന്ന് കൈയടിച്ചേ. അവിടെ നമ്മുടെ മറ്റൊരു മിടുക്കം കൂടി കൈപൊക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സമ്മാനം ഇവിടെയാണ് എന്തായാലും പോകുന്നത്. സമ്മാനം മേടിക്കണ്ടേ? ഡിറ്റോ. ഇനി 2 റൗണ്ടാണ് അവശേഷിക്കുന്നത്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് വേണ്ടത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ വരുന്നത്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുന്നത്. ചോദ്യം നോക്കിയാലോ? സഭയുടെ നേതൃ സംവിധാനത്തെയും ഭരണക്രമത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത്? പാത്രിയാർക്കി, ഹയറാർക്കി, എപ്പാർക്കി, പേപ്പൽ. ഹൈറാർക്കി. ഹയറാർക്കി ഉറപ്പാണ്? ചെറിയൊരു സംശയമുള്ള പോലെ തോന്നി. ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഹൈറാർക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം നമുക്ക് ചെക്ക് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഒരു ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ചോദ്യം ബാക്കി നിൽക്കാണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. എപ്പാർക്കി എന്നാൽ എന്ത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പാർക്കി എന്നാൽ എന്ത്? ജെറുസലേം റൗണ്ടിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനോട് ഉത്തരം പറഞ്ഞാലാണ് നമുക്ക് ആ സമ്മാനം മേടിക്കാനായിട്ട് പറ്റുക. നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഓഡിയൻസിന്റെ സഹായം വേണ്ടി വരുമോ? വേണ്ടി വരും. ഒരു ചേട്ടൻ അവിടെ കൈപൊക്കി കഴിഞ്ഞു. നല്ലൊരു കൈയടി കൊടുത്തേ. രൂപത. രൂപതയാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു മെത്രാൻ്റെ അധീനതയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ രൂപത എന്ന് പറയുക. അതായത് എപ്പിയാർക്കി ആണ്. ഓക്കെ, രൂപത എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ചൂസ് ചെയ്യുന്നോ? ഡിറ്റോ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എപ്പാർക്കി എന്നാൽ രൂപത എന്ന് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും? ഇല്ല, വേറെ ഓർമ്മയില്ല. അപ്പോൾ ആ ഉത്തരം ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. എപ്പാർക്കി എന്നാൽ എന്ത്? പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമ സംഹിതയിൽ രൂപതയെ സൂചിപ്പിക്കുന്ന പദമാണ് എപ്പാർക്കി. ഉത്തരം ശരിയാണ്. അപ്പോൾ നല്ലൊരു കൈയടി കൊടുത്ത എല്ലാവരും. കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആ സമ്മാനം നമുക്ക് ചേട്ടനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാം അല്ലേ? ചേട്ടാ, അതിന് ഒരു ബോക്സ് എടുത്ത് നമ്മൾ ഡിറ്റോയ്ക്ക് കൊടുത്തു. മൂന്ന് റൗണ്ട് കഴിഞ്ഞ്
ഇങ്ങനെ സമ്മാനമൊക്കെ മേടിച്ച് ഡിക്റ്റോ നിൽക്കുമ്പോൾ ഡിക്റ്റോയുടെ ഒരു ഡാൻസ് ആയാലോ അടുത്തത്? കുറച്ച് ആകാംക്ഷ കൂടിയില്ലേ? അതന്നെ, നമ്മുടെ ക്വിസിൽ മാത്രമല്ല ഡാൻസിലും എങ്ങനെയായിരിക്കും ഡിറ്റോ എന്ന് അറിയാനായിട്ട് നമ്മൾ എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ആ ഡാൻസ് കണ്ടാലോ? കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ഡിക്റ്റോ ദേ നമുക്ക് വേണ്ടി ക്യൂട്ടായിട്ട് നമ്മുടെ മുന്നിൽ നിന്നൊരു ഡാൻസ് ഒക്കെ കളിച്ചു. ഒരു നല്ല കയ്യടി കൊടുക്കാമോ ഡിക്റ്റോ? ഡാൻസ് ഒക്കെ കളിച്ചതേ ഓഡിയൻസിന്റെ മുന്നിൽ കുറച്ചുകൂടെ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. അവശേഷിക്കുന്നത് ഒരു റൗണ്ടാണ്, വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ട്. നമുക്ക് ആ ജെറീക്കോ റൗണ്ടിലെ വീഡിയോ കണ്ടാലോ? കാണാം. വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോ കാണുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാം. മലയും കയറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി നോമ്പെടുത്ത് മാനസാന്തരപ്പെട്ട് വിശ്വാസികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാഷായവേഷവും ധരിച്ച് കാൽനടയായി മല കയറി 14 സ്ഥലങ്ങളിൽ കുരിശിന്റെ വഴി ചൊല്ലി മല കയറുന്നത് ആത്മീയ അനുഭൂതി ലഭിക്കാനിടയാക്കുന്നു. ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ പുറകിൽ പറയപ്പെടുന്നൊരു വിശ്വാസം, തോമാസ് ലീഹ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ച് ചേര രാജ്യത്തിൽ നിന്നും പാണ്ഡ്യ രാജ്യത്തിലേക്ക് യാത്ര ചെയ്തത് മലയാറ്റൂർ മല വഴിയാണ് എന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ അദ്ദേഹം മലയാറ്റൂർ മലയുടെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ദർശനം തോമാസ് ലീഹായ്ക്ക് ലഭിച്ച മലയിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം
നസ്രാണികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അതേ ദൈവാനുഭവം ലഭിക്കാൻ വേണ്ടിയിട്ട് മലയിൽ തീർത്ഥാടനം നടത്തി തുടങ്ങി എന്നാണ് പാരമ്പര്യം. വീഡിയോ മൊത്തം ശ്രദ്ധിച്ചില്ലേ? ആ നമുക്കെന്നാ ചോദ്യം കണ്ടാലോ? കാണാം. മലയാറ്റൂർ മലയിലെ പ്രാർത്ഥനാ സമയത്ത് മാർ തോമസ് ലീഹായ്ക്ക് ആരുടെ ദർശനമാണ് ഉണ്ടായത്? മാതാവിൻ്റെ. ഉറപ്പാണ്? ആണ്. വീഡിയോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചായിരുന്നു അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. പരിശുദ്ധ ദൈവമാതാവ്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റാക്കി സമ്മാനം നേടിയിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. റൗണ്ട് കഴിഞ്ഞ് നമ്മുടെ ഡിക്റ്റോയ്ക്ക് ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിനും ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: ആരുടെ നേതൃത്വത്തിലാണ് ദേവാലയ നിർമ്മാണം ആരംഭിച്ചത്? മേരി മാതാ കത്തീഡ്രൽ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഇതാണ് ചോദ്യം. അറിയാമോ ആൻസർ? നമ്മുടെ ചേട്ടൻ എന്തേ പിന്നെയും കൈപൊക്കിയിട്ടുണ്ട് ആൻസർ പറയാനായിട്ട്. മുന്നോട്ട് പോരെ. നല്ലൊരു കൈയടി കൊടുത്തേ. ഫാദർ ജോൺ മണലിൻ്റെ കാലത്താണ് ദേവാലയ നിർമ്മാണം ആരംഭിച്ചത്. ഉറപ്പാണോ? യെസ്. അതിനുശേഷം ഫാദർ ജോസ് കാപ്പിൽ അച്ഛനാണ് ദേവാലയം. അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയാണോ നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്. ജോൺ മണലിൽ അച്ഛൻ തന്നെയാണ് 1976 കൈയടിച്ചെന്ന്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ബാബു ചെട്ടിപ്പറമ്പിൽ. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ റിട്ടയർഡ് ഫാർമസിസ്റ്റാണ്. ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ചെറുപുഷ്പമക്ഷലിക താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റും കൂടിയാണ്. വെറുതെ അല്ല. അപ്പോൾ ഏകദേശം ചരിത്രങ്ങളൊക്കെ ഒത്തിരി നന്നായിട്ട് അറിയാം. യെസ്. ഒന്ന് കൈയടിച്ച്. ഇത്രയും വലിയൊരു ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആരും പറയാഞ്ഞിട്ടാണ് ഞാൻ ആൻസർ പറഞ്ഞത്. ചാൻസ് ആരും പറയാഞ്ഞിട്ടാണ്. വേറെ ആരെങ്കിലും ആൻസർ പറയുമോ എന്നറിയാൻ നമ്മുടെ ചേട്ടൻ വെയിറ്റ് ചെയ്തു. ആരും പറയാത്തത് കൊണ്ടാണ് ചേട്ടൻ തന്നെ മുന്നിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ചേട്ടനുള്ള സമ്മാനം നമുക്ക് കൊടുക്കാം. ഡിറ്റോ 6 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 റൗണ്ടിലും കൃത്യമായ ഉത്തരം പറഞ്ഞ് സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഡിറ്റോടെ നിൽക്കുകയാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ വേണ്ടേ? വേണം. ആ 7ാമത്തെ ചോദ്യവും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ എന്തൊക്കെയായിട്ട് വീട്ടിൽ പോകാം? സർട്ടിഫിക്കറ്റ്, മൊമെന്റ്, ഗിഫ്റ്റ് ബാഗ്. ഇതൊക്കെ എല്ലാമായിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ മെമെൻറ്റോ ഡിറ്റോ കൊണ്ടുപോകുമോ എന്ന് കാണാൻ വേണ്ടിയിട്ടാ. ആ ചോദ്യം തരട്ടെ എന്നാല്. ആ ചിപ്പിലിത്തോട് ഇടവകയിൽ ഞായറാഴ്ച കുർബാന സ്ഥിരമായി അർപ്പിക്കപ്പെടാൻ തുടങ്ങിയത് ഏത് വികാരിയച്ഛൻ്റെ സമയത്താണ്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ചിപ്പിലിത്തോട് ഇടവകയിൽ ഞായറാഴ്ച കുർബാന സ്ഥിരമായി അർപ്പിക്കപ്പെടാൻ തുടങ്ങിയത് ഏത് വികാരിയച്ഛൻ്റെ സമയത്താണ്? ഫാദർ ഫ്രാൻസിസ് കവേൽ. ഉറപ്പാണോ? ആയിരിക്കും. വേറെ ഏതെങ്കിലും ആൻസർ? ഒരു സംശയമാണ് ആയിരിക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ കയ്യിൽ? സ്വന്തം ഇടവകയുടെ ചരിത്രം അത്യാവശ്യം ഡിറ്റോ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പറഞ്ഞ ആൻസർ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ആണ്. ശരിയാണോ തെറ്റാണോ നോക്കാം. നോക്കാം. ആൻസർ തെറ്റിപ്പോയി. ഫാദർ തോമസ് പാംപ്ലാനി MST അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സാരമില്ല, എന്നാലും ട്രൈ ചെയ്തല്ലോ. ഒന്ന് കൈയടിച്ചേ. ഡിറ്റോ പോകുമ്പോൾ സമ്മാനങ്ങളും ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ് പോകാൻ പോകുന്നത്. ആ സമ്മാനങ്ങളുമായിട്ട് താഴേക്ക് പോരും. ഡിറ്റോയുടെ കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ഡിറ്റോനെ ഒന്ന് സഹായിക്കണ്ടേ? അവരും നമ്മുടെ പ്രേക്ഷിത വാഹനത്തിന്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ.
എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. ഒരു പാർട്ടിസിപ്പൻ്റ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ സമരിയാക്കാരി സ്ത്രീയെ ഒന്ന് ഓർക്കണം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം സമരിയാക്കാരിൽ ഒത്തിരി പേർ ഈശോയിൽ വിശ്വസിച്ചു. നമ്മുടെ ജീവിതകഥ എത്ര മനോഹരമാണ്. എല്ലാവരും ഒരു സുവിശേഷമാണ്. നമ്മുടെ ജീവിതം അവനോട് ചേർത്ത് വായിക്കാൻ തുടങ്ങിയാൽ അവൻ എഴുതിയ സുവിശേഷത്തിലെ ഏറ്റവും സുന്ദരമായത് നമ്മുടെ ജീവിതമാണെന്ന് മനസ്സിലാകും. അറിഞ്ഞാൽ പിന്നെ അറിയിക്കലാണ്. അനേകർക്ക് അവന്റെ സുവിശേഷം നമുക്ക് അറിയിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിടാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ